യെസ്, MC നാസറാണ് വിവരങ്ങൾ നൽകിയത്. സുഹൈൽ തുടരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. സുഹൈൽ, ഇപ്പോൾ ഈ ആക്രമണം ശക്തി ആർജിക്കുന്നതോടെ അതിന്റെ അനുരണങ്ങൾ തീർച്ചയായും പശ്ചിമേഷ്യയിൽ എമ്പാടും ഉണ്ടാകും. എന്താണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം? ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ആശങ്കയുണ്ടോ പശ്ചിമേഷ്യയിൽ? രേഷ്മ, വലിയ ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള ശേഷി ഇപ്പോൾ ഇസ്രായേലിനും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ പ്രോക്സി സംഘടനകൾക്കും ഉണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ഏറ്റവും വലിയ സംശയം. കാരണം ഇസ്രായേലിൽ വെച്ചുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് കൊല്ലപ്പെടുന്നു, അതിനുശേഷം ഹമാസ് മേധാവി കൊല്ലപ്പെടുന്നു. അവിടെയെല്ലാം ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലേക്കെല്ലാം ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ചാരശൃംഖലകൾ പടർന്നു കയറി എന്നുള്ള ഒരു കൃത്യമായ സൂചന ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനാനിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ളയുടെ പ്രവർത്തകരുടെ പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചതോടുകൂടി അവർ ഉപയോഗിച്ചിരുന്ന ആശയവിനിമയ സംവിധാനങ്ങൾ മുഴുവനും ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ കൈകളിലേക്ക് എത്തിയിരുന്നു എന്നുള്ള സൂചന ലഭിച്ചു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇറാൻ്റെയും ഇറാൻ്റെ പ്രോക്സി സംഘടനകളുടെയും ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാനും അതേപോലെ തന്നെ അവിടെ ഉള്ള ആശയവിനിമയ സംവിധാനങ്ങൾ മുഴുവനും കൈക്കലാക്കാനും മൊസാദിന് സാധിച്ച ഒരു ഘട്ടത്തിൽ വലിയൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള ശേഷിയും അതേപോലെ തന്നെ അതിലുള്ള സമ്പത്തും ഈ പ്രോക്സി സംഘടനകൾക്കുണ്ടോ എന്നുള്ള വലിയ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, അതുമാത്രമല്ല, ലബനാൻ നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷമായി സാമ്പത്തിക പരാധീനതകളിൽ ഉഴറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അവിടെ ഇത്രയും ആളുകൾ പരിക്കേറ്റാൽ അവരെ പരിശോധിക്കാനും അവർക്ക് കൃത്യമായ പരിചരണം നൽകാനുമുള്ള സംവിധാനങ്ങൾ പോലുമില്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 30% ഡോക്ടർമാരും നഴ്സുമാരും ഹോസ്പിറ്റൽ വിട്ടുകൊണ്ട് സാധാരണ ജോലിയിലേക്ക് പോയി അവിടെ അതിനുള്ള സൗകര്യങ്ങളില്ലാത്തതിനാൽ എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അപ്പോൾ ആ തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ഇറാനും അതേപോലെ തന്നെ ഹിസ്ബുള്ളക്കും കഴിയാത്ത വിധത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ഒപ്പം ഈ രാജ്യങ്ങളെ സഹായിക്കാൻ മറ്റു രാജ്യങ്ങൾ എത്തുന്നില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. അത് ഇറാൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന റഷ്യയും അതേപോലെ തന്നെ ചൈനയും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഒന്നും തന്നെ ഈ സമയത്ത് കൃത്യമായി സഹായത്തിനെത്തുന്നില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഒരു ഭാഗത്ത് ഇസ്രായേൽ അതിശക്തമായി നിൽക്കുന്നു, അവരുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളും അതേപോലെ തന്നെ ആയുധശേഷിയും അതിന് കൃത്യമായ സഹായവുമായി അമേരിക്ക മറുഭാഗത്ത് നിൽക്കുന്നു. ഇന്ന് തന്നെ ഏറ്റവും പുതിയ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ ഈ ശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള ഒരു ആയുധശേഷിയും അതേപോലെ തന്നെ സാമ്പത്തിക ശേഷിയും ഉള്ള ഒരു സംവിധാനം മറുഭാഗത്തില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ അവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അതൊന്നും ഇല്ലെങ്കിൽ പോലും ഈ പ്രതിരോധ രംഗത്ത് ഉറച്ചു നിൽക്കും എന്ന നിശ്ചയദാർഢ്യമാണ് ഈ രാജ്യങ്ങൾക്കെല്ലാം, ഈ പ്രസ്ഥാനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള ഇത്രയും വലിയ ക്ഷീണം അവർക്കേറ്റിട്ടും ഇപ്പോൾ നമുക്കറിയാം ഹസൻ നസ്രുള്ളയുടെ താഴെ ഉള്ള സൈനിക കമാൻഡർമാരിൽ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവനും കൊലപ്പെടുത്തിയിട്ടും അവർ പറയുന്നത് ഈ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ്. ഗസക്ക് നേരെ അല്ലെങ്കിൽ ഫലസ്തീന് നേരെ നടക്കുന്ന ഈ പ്രതിസന്ധിയെ ഈ അധിനിവേശത്തെ ചെറുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതല്ല ലബനാനും ഇസ്രായേലും തമ്മിലുള്ളൊരു യുദ്ധം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ശ്രമം ഇസ്രായേലിൻ്റേതാണ്. അതിനേക്കാൾ പ്രധാനം ഇസ്രായേൽ ഫലസ്തീന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളുടെ പ്രതിരോധമാണ് ഞങ്ങൾ തീർക്കുക എന്നുള്ളതാണ് ഹസൻ നസ്രുള്ള വീണ്ടും പ്രഖ്യാപിക്കുന്നത്. ആ അർത്ഥത്തിൽ വലിയ ഒരു പ്രതിരോധം, അത് ആയുധശേഷിയേക്കാൾ കൂടുതൽ അവരുടെ മനോവീര്യവും അവരുടെ ആൾ ബലവുമാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കരയുദ്ധത്തിലേക്കെല്ലാം കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഇസ്രായേലി സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. പക്ഷേ അതിലേക്ക് പോകാതെ ഈ വ്യോമാക്രമണത്തിലൂടെ പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒക്ടോബർ 7 ഒരു വാർഷികം വരുമ്പോഴേക്കും പ്രധാനപ്പെട്ട ഹമാസിൻ്റെ നേതാക്കളെയും അതേപോലെ തന്നെ ഹിസ്ബുള്ളയുടെ നേതാക്കളെയും ഇറാൻ്റെ പ്രത്യക്ഷത്തിലുള്ള നേതാക്കളെയും അതേപോലെ തന്നെ പ്രോക്സി സംഘടനകളുടെ നേതാക്കളെയും കൊലപ്പെടുത്തി ഇല്ലാതെയാക്കി തങ്ങൾ വിജയിച്ചു എന്ന് കാണിക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു യുദ്ധത്തിലേക്ക് മറ്റു രാജ്യങ്ങൾ കൂടി പങ്കാളികളാകുന്ന തരത്തിലുള്ളൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ജോർദാൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു വലിയ പ്രസ്താവന വന്നിട്ടുള്ളത്. ഈ സംഘർഷം അവസാനിപ്പിക്കണം, ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനീതിയാണ് എന്ന തരത്തിൽ ജോർദാൻ്റെ വിദേശകാര്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഇപ്പോൾ വരുന്നു. അതോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളൊന്നും തന്നെ, പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിലുള്ള മറ്റു രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നതായി നമ്മൾ കാണുന്നില്ല. ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും മധ്യസ്ഥ ശ്രമങ്ങളാണ് കാര്യമായി ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തരമൊരു നീക്കം നടക്കുന്നതിനാൽ മധ്യസ്ഥ ശ്രമങ്ങൾ പോലും അപ്രസക്തമാകുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ശരി, MC നാസറും BK സുഹൈലുമാണ് വിവരങ്ങൾ നൽകിയത്.